Now we will discuss about the beta angle concepts that we use in the projection of solids. So this beta angle concept is mainly used in the second modification. It's not associated with the first modification. Now let's see what exactly do we mean by beta modification. So these two questions, the one which I am going to show you right now, are the one which we have solved in the previous lectures. Okay, so ഇതെന്തിന്റെ സൊല്യൂഷൻ ആയിരുന്നു? ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കുലർ പ്രിസം 30x60 റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് എഡ്ജ് ഓൺ HP. അത് ബേസ് എഡ്ജ് 30 ഡിഗ്രി വിത്ത് VP, 45 ഡിഗ്രി വിത്ത് HP ആയിരുന്നു. ആൻഡ് ആക്സിസ് 45 ഡിഗ്രി വിത്ത് HP ആയിരുന്നു, റൈറ്റ്? അപ്പോൾ ആക്സിസ് മോഡിഫിക്കേഷൻ ഫസ്റ്റ് വന്നു ഇവിടെ, കാരണം HP വെച്ചിരിക്കുന്ന കാരണം ആക്സിസ് മോഡിഫിക്കേഷൻ ഫസ്റ്റ് വന്നു. സോ 90 മൈനസ് 45 എന്നുള്ള കൺസെപ്റ്റ് എടുത്ത് നമ്മൾ ബേസ് മോഡിഫിക്കേഷൻ 45 തന്നെ കൊടുത്തു. അപ്പോൾ ആക്സിസ് ഓട്ടോമാറ്റിക്കലി 45 ആയി. നമ്മൾ അതിൻ്റെ ഫസ്റ്റ് മോഡിഫിക്കേഷൻ വരച്ചു. അതിനുശേഷം now you observe the second modification. Second modification പറഞ്ഞിരിക്കുന്ന ആർക്കാണ്? ഫോർ എക്സാമ്പിൾ say the bottom edge is A, B and C. So this is going to be A1, B1 and C1, right? പറഞ്ഞിരുന്നതാണ് the edge on HP. HPയിൽ റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ് 30 ഡിഗ്രി വിത്ത് VP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ HP റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ് ഏതാണ്? A1 ഡാഷ് B1 ഡാഷ്. AB എന്ന് പറയുന്ന എഡ്ജാണ് HP റെസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും എന്താണ്, ഇങ്ങനെ സോളിഡ് പ്ലേസ് ചെയ്തതിനു ശേഷം നമ്മൾ ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഡ്ജാണ് HP മുട്ടി നിൽക്കുന്നത്. കറക്റ്റായിട്ട് മനസ്സിലാവും അല്ലേ? ഈ HP മുട്ടി നിൽക്കുന്ന ഈ എഡ്ജാണ് VP ആയിട്ട് 30 ഡിഗ്രി എന്നാണ് പറഞ്ഞത്. Now this makes an angle of 30 degree with VP, right? സോ നമുക്ക് മോഡിഫൈ ചെയ്യേണ്ട കാര്യമാണ് ഈ A1 B1 എന്ന് പറയുന്ന പാർട്ടിയാണ് ഇവിടെ കൊണ്ടുവെക്കുന്നത്. Now the question is A1 B1 എന്ന് പറയുന്നതും ഇവിടെ കൊണ്ടുവെക്കുന്നതാണ് A2 B2 ആണ്. അത് തന്നെയാണ് A1 B1. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? A2 B2 എന്ന് പറഞ്ഞാൽ അത് A1 B1 ആണ്. A1 B1 equal to, sorry, which I mistake on this is, I will name this as C, this as B. No, it's correct. And this is wrong. Okay, A2 B2 എന്ന് പറഞ്ഞാൽ എന്താണത്? A1 B1 തന്നെയാണ് അല്ലേ? കാരണം ഇതിനെ തന്നെയാണ് ഇങ്ങോട്ട് മോഡിഫൈ ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിന് ചോദ്യം ഇതാണ്, ഇത് തന്നെയാണോ AB? നമ്മൾ നോക്കി എന്ത് മനസ്സിലാവും? ഈ ലെങ്ത് തന്നെയാണ്, ഈ AB ലെങ്ത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന A1 B1. അത് തന്നെയാണ് നമ്മളുടെ A2 B2 എന്ന് പറയുന്ന ലെങ്ത്, റൈറ്റ്? ദാറ്റ് മീൻസ് സെക്കൻഡ് മോഡിഫിക്കേഷനിലേക്ക് നമുക്ക് എത്തിയപ്പോൾ ഇത്രയായിരുന്നു നമുക്കുള്ളത്, 30 ഡിഗ്രി ആയിരുന്നു. സോ സെക്കൻഡ് മോഡിഫിക്കേഷനിലേക്ക് നമ്മൾ വന്നപ്പം നമുക്ക് മോഡിഫൈ ചെയ്യേണ്ട എഡ്ജിന് ട്രൂ ലെങ്ത് ഉണ്ട്. ഈക്വൽ ടു ദ ട്രൂ ലെങ്ത് ആണ്. ലെങ്ത് കുറഞ്ഞിട്ടില്ല. ലെങ്ത് കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? നമ്മൾ അതിനെ കറക്റ്റ് ഓറിയന്റേഷനിൽ തന്നെയാണ് കാണുന്നത്. ഒബ്സർവർ ഇല്യൂഷൻ ഉണ്ടാക്കുന്നില്ല, ആണ് എൻ്റെ മീനിങ്. സോ ഇവിടെ നമുക്ക് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ ബീറ്റ ആംഗിൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, റൈറ്റ്? ഇവിടെ മറ്റൊരു കൺസെപ്റ്റോട് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. എന്താണ്? നമ്മൾ ഈ എഡ്ജിനെ, അതായത് AB എന്ന് പറയുന്ന എഡ്ജിനെ ഇങ്ങനെ പെർപെൻഡിക്കുലർ ടു XY ലൈൻ ആയി ആദ്യം പ്ലേസ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ട്രൂ ലെങ്ത് കിട്ടിയത്, റൈറ്റ്? നമ്മൾ ഇതിനെ ചെരിച്ച് വെച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ടിൽറ്റ് ആകുമായിരുന്നു, ബട്ട് ട്രൂ ലെങ്ത് കിട്ടില്ല. അതൊരു വലിയ ഒബ്സർവേഷൻ ആണ്. സോ ഈ ട്രൂ ലെങ്ത് ഫൈനൽ മോഡിഫിക്കേഷനിലും കിട്ടുന്നത്, കാരണം നമ്മൾ നോക്കിയാൽ HPയിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു ജോമെട്രി ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ എപ്പോഴും ട്രൂ ലെങ്ത് തരാൻ പാടുള്ളൂ, റൈറ്റ്? സോ നിങ്ങൾ ഇനിഷ്യൽ പൊസിഷനിൽ അതിനെ ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതിന് ട്രൂ ലെങ്ത് ടോപ്പിൽ നോക്കുമ്പോൾ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇനിഷ്യലി പെർപെൻഡിക്കുലർ കണ്ടീഷനിൽ സ്റ്റാർട്ട് ചെയ്ത് വരച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നമ്മൾ ചെയ്തെങ്കിലും എല്ലാ റീസൺസും അവിടെ റിവീൽ ചെയ്തില്ല. സോ വെൻ വി സോൾവ് ദീസ് ക്വസ്റ്റ്യൻസ്, the points will get revealed one after the other. സോ അതും ഒരു റീസൺ ആയിരുന്നു അങ്ങനെ പ്ലേസ് ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ ട്രൂ ലെങ്ത് ഉണ്ട്, there is no need to worry about the beta angle. Now the question comes about the second one. Look here, ഇത് നമ്മൾ സോൾവ് ചെയ്തതാണ്. ഇവിടെ എന്താ പറയുന്നത്? ആക്സിസ് ഇൻക്ലൈൻഡ് 25 ഡിഗ്രി ടു VP ഇൻ ദ ടോപ്പ് വ്യൂ ആൻഡ് 60 ഡിഗ്രി ടു HP എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ മോഡിഫിക്കേഷനിൽ ആക്സിസിന് 60 ഡിഗ്രി ഇൻക്ലിനേഷൻ കൊടുത്തായിരുന്നു. അത് വരച്ചത് എങ്ങനെയാണ്? ബേസിന് 30 ഡിഗ്രി എടുത്തിട്ടാണ് വരച്ചത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ പറഞ്ഞു ഇതായിരുന്നു നമ്മളുടെ M1 N1 എന്ന് പറയുന്ന ആക്സിസ് ഇതായിരുന്നു. അത് ഇവിടെ വന്നപ്പോൾ എന്തായി? ഇത് M1 ഡാഷ് N1 ഡാഷ് ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ എന്തായി? M1 N1 ആയി. ഇത് ഞാൻ പറഞ്ഞിരുന്നു,
M1 N1 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു എന്താണ്? Mn ആണ്. ട്രൂ ലെങ്ത് അല്ല അല്ലേ? അപ്പൊ ട്രൂ ലെങ്ത് ഇല്ലാത്ത ഒരാളെയാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയി മോഡിഫൈ ചെയ്യുന്നത്, റൈറ്റ്? പക്ഷെ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് 25 ഡിഗ്രി വിത്ത് VP ഇൻ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ടോപ്പ് വ്യൂവിൽ കാണുന്നത് എന്താണ്? 25 ഡിഗ്രി. സോ ഈ കാണുന്ന ആംഗിളാണ് ഇവിടെ വരയ്ക്കേണ്ടത്. അതാണ് ബീറ്റ. ദാറ്റ് മീൻസ് ഇത് ഗിവൺ ആംഗിൾ ബീറ്റ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ രീതിയിൽ മനസ്സിലാക്കാം ഗിവൺ ആംഗിൾ ബീറ്റ ആണോ അല്ലേ എന്നുള്ള കാര്യം? ഇൻ ദ ടോപ്പ് വ്യൂ അല്ലെ ഇൻ ദ ഫ്രണ്ട് വ്യൂ, വിസിബിൾ അസ്, വ്യൂഡ് അസ്, അപ്പിയർ ടു ബി ഇൻക്ലൈൻഡ് അസ് എന്നൊക്കെ പറയാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൈൻഡ്ലി മേക്ക് എ നോട്ട് ഓഫ് ദാറ്റ്. വൺസ് അഗൈൻ ഐ വിൽ റിപ്പീറ്റ് ഇറ്റ്. ഇൻ ദ ടോപ്പ് വ്യൂ അല്ലെ ഇൻ ദ ഫ്രണ്ട് വ്യൂ, അപ്പിയർ ടു ബി ഇൻക്ലൈൻഡ് അസ്, വിസിബിൾ അസ്, വ്യൂഡ് അസ് എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം എന്താണ്? നമ്മൾ കാണുന്ന റിയൽ ആംഗിൾ എന്നുള്ളതാണ് മീനിങ്. അതാണ് ബീറ്റ. Okay, that means here the given angle is beta. So the alternative form of phrases are something like this: 25 degree to VP, or visible as 25 degree to VP, viewed as 25 degree to VP, or appear to be inclined as 25 degree to VP എന്നെല്ലാം പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? given angle is beta. അതേസമയം ഇതേ ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയുമായിരുന്നു: ആക്സിസ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 25 ഡിഗ്രി ടു VP എന്ന് മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ അതിനർത്ഥം എന്താണ്? അങ്ങനെ പറയുകയും നമുക്ക് ട്രൂ ലെങ്ത് ഇല്ലാതെയും വരുന്ന അവസ്ഥയിൽ നമ്മൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ബീറ്റ. എത്ര ആംഗിൾ ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലെങ്കിൽ ആ ബീറ്റ ആംഗിൾ കൺസ്ട്രക്ട് ചെയ്തതിനു ശേഷം ആ ബീറ്റ ആംഗിളിലെ വരയ്ക്കാം, തന്നിരിക്കുന്ന ആംഗിൾ അല്ല വരയ്ക്കേണ്ടത്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയേ. സോ ഇൻ ഓർഡർ ടു ഡു ദാറ്റ് നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഗിവൺ ആംഗിൾ, ഈ ആംഗിൾ എത്രയാണ്? ഇത് ഗിവൺ ആംഗിൾ ആണ്. ഗിവൺ ആംഗിൾ വരച്ചു. ഫോർ എക്സാമ്പിൾ ഇത് നമ്മുടെ MN ആയിരുന്നല്ലോ. സോ നമുക്ക് എന്താണ് ഇതിനെ MN എന്ന് വിളിക്കാം. നമ്മൾ ഡീൽ ചെയ്യുന്നത് MN ആയതുകൊണ്ട് MN നെ വിളിച്ചു. അത് എഡ്ജ് വേറെ ഏത് എഡ്ജ് വേണമെങ്കിലും ആകാം കേട്ടോ. സോ MN ആണ്. അവിടെ നമ്മൾ ലോക്കസും വരച്ചു. ഇത് നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ നമുക്ക് ഇതാണ് നമ്മളുടെ ഇപ്പോൾ ഉള്ള ആക്ച്വൽ M1 N1 അപ്പർ ലെങ്ത്, റൈറ്റ്? നമ്മൾ എന്ത് ചെയ്തു? ആ ലെങ്തിനെ എടുത്തിട്ട് ഒരു ആർക്ക് കൺസ്ട്രക്ട് ചെയ്തു ആ ലോക്കസിലേക്ക്. അതിവിടെ വന്ന് മീറ്റ് ചെയ്തു. സോ ദിസ് പോയിന്റ് ഈസ് നെയിംഡ് ആസ് N1, right? So we will complete this one, and the new angle that is subtended here, that is called as beta. So ഇത് നമ്മളുടെ ഫോർ എക്സാമ്പിൾ ഇവിടെ എന്തായിരുന്നു? 25 ഡിഗ്രി ആയിരുന്നു. ഓക്കെ ആണെങ്കിൽ എത്രയാണ്? അത് ആയിരുന്നു. ഇവിടെ പക്ഷേ ബീറ്റ ആംഗിൾ കിട്ടി. ഈ ബീറ്റ ആംഗിൾ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? സെക്കൻഡ് മോഡിഫിക്കേഷനിൽ പടം വരയ്ക്കാൻ. Okay, and one more thing I want to add here is that some of you may have a confusion about drawing this beta, how to take this beta. അല്ലെങ്കിൽ സെക്കൻഡ് മോഡിഫിക്കേഷൻ ആംഗിൾ എടുക്കുന്നത് ഇങ്ങനെ എടുക്കണോ? ചിലർ ചോദിക്കും ഇങ്ങനെ എടുക്കണോ ആംഗിൾ, ഇങ്ങനെ എടുക്കാമോ എന്നുള്ള ചോദ്യമൊക്കെ വരും. വേറെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓറിയന്റേഷൻ വേണമെങ്കിലും എടുക്കാം. There is no issue. The only thing is that the correct edge or the axis should be placed on this line, and then you have to do the tracing operation before you proceed. ട്രേസ് ചെയ്ത് കറക്റ്റ് ജോമെട്രി ആക്കിയതിന് ശേഷം നിങ്ങൾ സെക്കൻഡ് മോഡിഫിക്കേഷൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുക. സോ ഇതാണ് ബീറ്റ ആംഗിൾ കൺസെപ്റ്റ്. സോ ഇൻ ഷോർട്ട് ഐ വിൽ സേ ദാറ്റ് appear to be inclined as, visible as, viewed as, in the top view, in the front view. If the statements are given like that, then the given value is beta. If it is not, then we have to find out the value of beta. So we have to find the beta when we don't have a true length for the second modification. Second modification ചെയ്യാനായിട്ട് true length ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ കണ്ടാൽ we have to cross check whether the given angle is beta or not. Okay, so second modification beta ഇല്ല, സോറി നമുക്ക് ട്രൂ ലെങ്ത് ഇല്ല. ട്രൂ ലെങ്ത് ഇല്ലാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? we have to be very vigilant and check the angle which is given in the question is beta or not. അത് ബീറ്റ ആണോ അല്ലയോ എന്ന് നോക്കുക. ബീറ്റ ആണെങ്കിൽ ആ എടുത്ത് വെച്ച് വരയ്ക്കുക. അല്ലെങ്കിൽ ഈ മെത്തഡോളജി യൂസ് ചെയ്യുന്നത് കണ്ടുപിടിക്കുക, നിങ്ങൾ ബീറ്റ കണ്ടുപിടിക്കുക. സോ ഈ MN എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത് വെച്ചിട്ട് ആദ്യം ലോക്കസ് കണ്ടുപിടിച്ച് പിന്നെ അപ്പർ ലെങ്ത് എടുത്ത് എന്ത് ചെയ്ത് അപ്പർ ലെങ്ത് ആയിരുന്നു നമ്മളുടെ അപ്പർ ലെങ്ത് എടുത്ത് കട്ട് ചെയ്ത് കണ്ടുപിടിക്കും. സോ ദിസ് ഈസ് ഹൗ വി ഹാവ് ടു യൂസ് ദ വാല്യൂ ഓഫ് beta, and for all the questions you make sure that whether you need to find out it or not. എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് നോക്കാം. അല്ലാതെ ചില ക്വസ്റ്റ്യനിലുണ്ട് ചില ക്വസ്റ്റ്യൻ ഇല്ല എന്നുള്ളതല്ല. For all the questions you check whether this is the only thing that you have to check in second modification. വേറെ ഇൻക്ലിനേഷൻസിനെ പറ്റിയോ ഒന്നിനെ പറ്റിയോ സെക്കൻഡ് മോഡിഫിക്കേഷൻ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. This is the only concept, or this is the only parameter that you have to be cross checked while you do the second modification. So see you with some more examples in the next class.
Till then, bye.